ഇന്നത്തെ നമ്മളെ റീഡിങ് നോക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തത് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു ടോക്സിസിറ്റി സൈക്കിളല്ല ഇനി വരാനായിട്ട് പോകുന്നത്. ഇവിടെ ഏറെക്കുറെ പേർക്കും ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത് ഒരു ടോക്സിസിറ്റിയിലൂടെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഓൾറെഡി വേറെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഡീൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓൾറെഡി വേറെ ഒരു പേഴ്സണുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസ്സിന്, അല്ലെങ്കിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഏറെക്കുറെ സങ്കടങ്ങളിലൂടെയും കൂടി വന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. കാരണം ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഇമോഷണലാണ്. ചെറിയൊരു കാര്യം മതി, ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അവർ പറയുന്ന ഒരു ചെറിയ ഒരു നുണയാണെങ്കിലും മതി, നിങ്ങളത് വല്ലാതെ വേദനിപ്പിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കതൊരു പ്രശ്നമായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വേറൊരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് ആ ഒരു ചേഞ്ചസ്, ഒരു ചെറിയ ചേഞ്ചസ് പോലും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അത് വളരെയധികം നിങ്ങളെ എന്താ പറയുക, മാനസികമായിട്ട് തളർത്തുക എന്നറിയില്ലേ. നമ്മൾ ശരീരം എത്ര കുത്തിമുറിച്ചാലും നമ്മളത് പുറത്തിട്ട് വരും. പക്ഷെ മനസ്സിൻ്റെ ഒരു മുറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മാറി ഉണങ്ങിയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊട്ടും പറ്റാത്തൊരു സ്റ്റേജിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയെ കുറിച്ചിട്ട് ആലോചിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല നിങ്ങൾ എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ എന്ത് വർക്കിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കാര്യങ്ങളിലോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ വ്യക്തി ഇത്രയും നാളും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു പ്രയോറിറ്റി ആദ്യം തന്നിരുന്ന പ്രയോറിറ്റി, ഓക്കെ, അതൊന്നും പിന്നീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണമെന്നില്ല. ഇതിൽ കാണിക്കുന്നുണ്ട് ടോക്സിസിറ്റി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടേത് സ്നേഹം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ പരിഗണന കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ വളരെയധികം നിങ്ങൾ തന്നെ സ്വയം ടോക്സിക് ആവുകയാണ്. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇതേവരെ ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വിഷമങ്ങൾ പറയുമ്പോൾ അവർക്കത് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ചൊക്കെ ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെടുത്ത്. ഭയങ്കര പൊസസീവ്നെസ്സിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഡീൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിലെന്ന് കാണുന്നത് രണ്ടുപേർക്കും അനദർ പാർട്ട്നേഴ്സുകളും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കണം. എങ്കിൽ പോലും അത് നിങ്ങളെ അക്സെപ്റ്റഡ് ആണ്. പക്ഷേ അവരുടെ ലൈഫിലേക്ക് പുതിയൊരാൾ വരുന്നതോ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ ലൈഫിൽ വേറൊരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് പോലും അവർക്ക് പിടിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് ലേഡീസിന് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ പുതിയ ആൾക്കാർ വരുന്നതോ ഒട്ടും തന്നെ പിടിക്കുന്ന ഒരു എനർജി കാണിക്കുന്നില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു വിധിയായിട്ട് കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വിധി എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു സമയം നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് ഓൾറെഡി വിധിയിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയൊരു പുതിയൊരു സൈക്കിള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു സൈക്കിള് കടക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലൊക്കെ പുറമേക്ക് പോകാനായിട്ട് നാട്ടിൽ നിന്നുകൊണ്ട്
പുറമേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ജോബിന് പോകാനായിട്ടോ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അവർക്കൊക്കെ ട്രാവൽ ഇപ്പോൾ വിത്തിൻ നിയർ ഫ്യൂച്ചറിൽ തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു യോഗവും കൂടി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്നും വർക്ക് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അത് വിദേശത്ത് നിന്നും നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് ഏറെക്കുറെ പേർക്കും ഇപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എന്താണ് നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് പറയുന്നത്. ഇത്രയും നാളൊരു കാർമിക് എനർജിയുടെ കംപ്ലീഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഏറെക്കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കാർമിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും കൂടുതൽ നിൽക്കുന്നുണ്ടായിരിക്കുക. അതിൻ്റെ കംപ്ലീഷൻ കാണിക്കുന്നുണ്ട്. ഫുൾഫിൽമെൻ്റ് ആണ് വരാൻ പോകുന്നത്. ആൻഡ് പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോൺവെർസേഷനിലേക്ക് വരുന്നൊരു സമയം കാണിക്കുന്നുണ്ട്. അതിൽ ചില കോൺവെർസേഷനിൽ ഒരു ക്വിസ് പോലെ നിങ്ങൾക്ക് എടുക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും ആൻസേഴ്സും പറയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതിൽ എന്താ പറയുക, നിങ്ങൾക്കും കറക്റ്റായിട്ടുള്ളൊരു ആൻസറുകൾ, കാര്യങ്ങൾ ചോദിക്കാനും ആൻസറുകൾ കൊടുക്കാനും പറ്റണം. ഓക്കെ, അങ്ങനെയുള്ളൊരു എനർജി കിട്ടുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഇപ്പം മൂഡ് സ്വിങ്സ് കാണുന്നുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട്, ആൻഡ് കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്, കൺട്രോളിങ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആൻഡ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജി പറയുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയെ ഒന്ന് കാണണം അല്ലെങ്കിൽ മിണ്ടണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ, എന്തൊക്കെയോ നിങ്ങളെടുത്ത് പറയണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം നിങ്ങൾ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളത് ഡിവൈൻ പ്ലാൻ ആണ്. അതേ ഡിവൈൻ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും. അതേപോലെ ആ ഒരു പേഴ്സണും വളരെയധികം വ്യത്യാസങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സം അഡിക്ഷൻസ് നിങ്ങളുടെ പേഴ്സൺ, ഇപ്പോൾ സ്ത്രീകളാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അഡിക്ഷൻസ് കാണിക്കുന്നുണ്ട്. ലൈക്ക് എന്തെങ്കിലും ആൽക്കഹോളിക് ആയിരിക്കണം, അല്ലെങ്കിൽ സംതിങ് സിഗരറ്റ്സോ ആൽക്കഹോളിക്കോ എന്തോ ഒരു കാര്യത്തിൽ. ലേഡീസ് ആണെങ്കിലും എന്തിനോടോ ഒരു അഡിക്ഷൻസ്, ചിലപ്പോൾ അധികമായിട്ട് ചായ കുടിക്കുന്നത് പോലും ആയിരിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു ഭയങ്കര ട്രോമ പാറ്റേണിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ ആ പേഴ്സണും ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു ബോണ്ട് നിങ്ങൾക്കിടയിലുണ്ട്. അത് എത്ര മുറിച്ച് മാറ്റാൻ ശ്രമിച്ചാലും പറ്റാത്ത ഒരു ബോണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. ഒരുപാട് തോട്ട്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ. ആ തോട്ട്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻസും കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയും അങ്ങനെ തന്നെയാണ്.